ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഇന്ന് വന്നേക്കണത് ഒരു കാര്യം പറയാനാണ്. ഞങ്ങൾ ഇന്നൊന്ന് മിനിങ്ങാൻ പോവുകയാണ്. സംഭവം മിനിങ്ങാനുള്ള സാധനം ഇപ്പൊ കാണിച്ചു കൊടുത്തേ. തല തിരിഞ്ഞിട്ടാണ് ഗൈസ് കാണുക. ഇത് എന്താണ് ഹിമാലയ ടാൻ റിമൂവൽ ഓറഞ്ച് പീൽ ഓഫ് മാസ്ക്. അപ്പൊ നമുക്കിന്ന് സാധനം ട്രൈ ചെയ്തോ. ഗുണമാണോ ദോഷമാണോ നോക്കാം. അപ്പൊ വീഡിയോയിൽ കിടക്കാം ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഇതിവിടെ വെച്ചിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി പോയേട്ടാ. വെള്ളം എടുക്കാൻ പോവാണ് ഗൈസ്. ആള് വെള്ളം എടുത്ത് വണ്ടി ഇങ്ങനെ വെള്ളം നനയ്ക്കുന്നുണ്ട്. ഉമ്മയാണ് പുതിയ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എന്താവെന്ന് അറിയില്ല. കഴുത്തൊന്നും വേണ്ട, കഴുത്തിന് കഴിഞ്ഞ വട്ടക്ക് പണി കിട്ടിയതാ. ഇനി ഇജ്ജ് കഴിക്കോ. എടെ മുഖം തുടക്കണ ഇതിനെ കുറിച്ച് ഒരു ABCD അറിയാണ്ട് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചിരുന്നു കേട്ടോ. ഗൈസ്, അപ്പോൾ തുടയ്ക്കാൻ വേണ്ടി പോയേട്ടാ. തോർത്തൊക്കെ ആയിട്ട് വന്നിട്ട് അവിടെ കഴിഞ്ഞു. പക്ഷെ സ്മെല്ല് നല്ല രസമല്ലേ. ആദ്യം ഞാൻ അന്റെ പറ്റിയാലോ, അതാ നല്ലത്. ടെസ്റ്റ് എന്തായാലും അന്നേരം തുടങ്ങാം. വീശമോ താടിയോന്ന് പറ്റില്ല കേട്ടാ. ആകെ ഒരു ഇച്ചിരി വന്നിട്ടുള്ളൂ. ആലോചിക്കുമ്പോ മറ്റേ എന്താണ് ചുമക്കും ഇതിനൊക്കെ ഒരു മരുന്ന് തരും. പിന്നെ എന്റെ യൂറിൻ ഇൻഫെക്ഷന്റെ മരുന്നിന്റെ അത് കറക്റ്റ്. അല്ല മീശമായി കണ്ണുമ പറ്റിയെടുത്തിട്ടാ. സോപ്പ് പോലെ എന്തൊക്കെ പോയിട്ടുണ്ടല്ലോ. ചളിയാണോ? ഇവിടെ പറ്റണോ? താടിമൊക്കെ പറ്റണോ? കിട്ടണോടത്തൊക്കെ പറ്റിക്കോ. എന്തായാലും പറ്റുന്നുണ്ട്. താടിയൊക്കെ പോരാണെങ്കിൽ പോരാ. താടി ഇവിടെ ഞാൻ പറ്റിയ അവിടെ പറ്റിയ ക്യാമറ അവിടെ ഇരിക്കണില്ലേ. പുറത്തേക്ക് നോക്ക്. ഓറഞ്ച് ഫ്ലേവർ വെച്ചിട്ട് എന്താണ് ഇതൊക്കെ വന്നിരിക്കണ്ട എന്റെ മുഖത്തിട്ടാ ഈച്ചൊക്കെ. ഇമ്മ നോക്കുന്നുണ്ട്. ഉമ്മക്ക് ഇത് വേണമെന്നാണ്. ഇതെങ്ങനെ എടുക്കാന്നറിയോ? കാണിച്ചു തരാം. സത്യമായിട്ടോ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോ എല്ലാവരും നല്ല ഇതാവുണ്ടു. എങ്ങനെയാണെങ്കി ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ഇത്ര തിക്കായിട്ട് പറ്റിയത് അല്ലല്ലോ. ഓള് 2 വട്ടം എടുത്തിട്ടുള്ളൂ. ഒരു 2 വട്ടം എടുത്തിട്ട് കണ്ടോ പറിച്ചെടുക്കുക ഉണങ്ങിയിട്ട്. കഴിഞ്ഞ സാധനം കഴിഞ്ഞാ കയ്യറിയിട്ടോ. എന്താവും അറിയില്ല ഗൈസ്. ടൈമെന്നാ തുടച്ചെടുത്ത സാധനം കൂടിയാണ് തുടച്ചെടുത്തത് ഗൈസ്. അപ്പോൾ ഞങ്ങൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വരാം. ഇതൊന്നും ഉണങ്ങട്ടെ. തോന്നുന്നില്ലേ? എൻ്റെ നല്ല തോന്നുന്നുണ്ട്. എൻ്റെ നല്ല തോന്നുന്നുണ്ട്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഗൈസ്. ഞങ്ങളപ്പോൾ ഇവളുടെ വീടിൻ്റെ ബാക്കിലുള്ള പറമ്പിലേക്ക് വന്നേക്കാം കേട്ടോ. വിശാലമായ പറമ്പ് കണ്ടോ. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇരിക്കാനുള്ള സെറ്റപ്പ് ഞങ്ങൾ ചെറുപ്പത്തിൽ പുളിങ്ങോ വെറുക്കിയ മാറ്റാണ് ഉണങ്ങി പോയി കഴിഞ്ഞു. എന്താ നോക്ക്. അപ്പം ഇവിടെ അങ്ങോട്ട് ഇരിക്കുക. ഇനി കഥകൾ പറയാം. എവിടെ കാണാനില്ല എന്നാ. അതവിടുന്ന് സൂര്യൻ കിസ് ചെയ്യുന്നുണ്ട്. കിസ്സുണ്ട്.
ക്യാമറ എവിടെയാണ്? ഞാനും നേരത്തെ അവിടേക്ക് നോക്ക് പെട്ടെന്ന്, ഇവിടെയും ക്യാമറ. അപ്പോൾ ഇത് ഞങ്ങൾ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. പക്ഷേ എല്ലാവരും ചിലവരിത് കണ്ടപാടെ ഞങ്ങളെപ്പോലെ വന്നെടുത്ത് നോക്കണവരുണ്ട്. ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. അതിൽ ബാക്കിൽ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലാണ്ട് ഈ പണി കിട്ടും കാര്യമാണ് പറഞ്ഞാൽ. ഗായ്സ്, പിന്നെ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നത്. ക്ലാരിറ്റി കുറവുണ്ടാവാം ഫോണിന്. പക്ഷേ ഞങ്ങളൊരു ഫോൺ നല്ലത് എങ്ങനെയൊക്കെ നോക്കിയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ്. അതുകൊണ്ടാണ് മടിയാണ് വീഡിയോ എടുക്കാൻ. അത് മാത്രമല്ല കേട്ടാ, നല്ലൊരു ഫോൺ വേണ്ടേ. എല്ലാവരും ഇങ്ങനെ ചെറിയ കളിയാക്കൽ അതൊക്കെ ഉണ്ട്. നല്ല ഫോണല്ല, പിന്നെ എടുക്കണ വീഡിയോസൊക്കെ പോരാ, എല്ലാം ഒന്ന് സെറ്റാക്കണം. ഇനി തൊട്ട് എന്തായാലും മെല്ലെ മെല്ലെ ഓരോ വീഡിയോസായിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഡെയിലി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് എന്തൊക്കെയാണ് എല്ലാ പയ്യനെ പറയുന്നുണ്ട്. അപ്പം എല്ലാവരും ഇത് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടാവും, ഉള്ളവരുണ്ടാവും. എന്നാലും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് തരിക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം സെറ്റാവുക. എന്താണ് കാണിക്കുന്നത്? മുടിയൊന്നും ഒട്ടിയത് അവിടെ. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്യുക. നിങ്ങളുടെ വീഡിയോക്ക് വളരെ സൗണ്ട് ക്വാളിറ്റി കുറവുണ്ടാകും. പിന്നെ നമ്മുടെ അടുത്ത് ഒരു മൈക്കുള്ളൂ, അത് മറ്റേ വയറായിട്ട് ഫിറ്റ് ചെയ്യണം. അതാണേ എടുക്കാനും മറന്ന് ഇങ്ങനെ പിടിച്ച് ഇതാക്കണ്ടേ. ഇനിയിപ്പോൾ നമ്മൾ ബ്ലൂടൂത്തിലേക്കൊക്കെ മാറണം. എല്ലാം ചെയ്യണം എന്നുണ്ട്. പയ്യന് പയ്യൻ റെഡിയാവും അല്ലേ? സമയത്തായി? സമയം ഇപ്പോൾ 4:20. 4:20 4:35. സമയമുണ്ട് 4:35. 15 മിനിറ്റാണ് ഇവർ പറയണത്. ഇതിൽ നമുക്ക് കൂടുതൽ ടൈം എടുത്തോ. ഞങ്ങൾക്ക് ഇതിൻ്റെ ABCD പോലും അറിയില്ല. ഞങ്ങൾ സ്കിൻ കെയർ പോലും ചെയ്യാത്തവരാണ്. അത് പിന്നെ അല്ലേ, അപ്പം ഒന്നും ചെയ്യാത്ത ഇവൻ ഈ ടാൻ റിമൂവൽ ഞങ്ങൾ എന്തിനു പോയതാണ്? ഷാമ്പു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് ഞാൻ വെറുതെ അതിൽ നല്ല ഭംഗിയുള്ള മറ്റേ സ്ട്രോബെറിയുടെ ഒരു ഫേസ് വാഷ് ഉണ്ട്. അതായത് നമുക്ക് ഫേസ് വാഷ് മുഖത്തിടാനല്ല, ഡപ്പ പിടിച്ചിട്ട് ഇങ്ങനെ പീച്ച് കഴിക്കാൻ തോന്നുന്നു. അത്ര ക്യൂട്ട് സാധനം. പക്ഷെ വില 500-ന്റെ മുകളിലാണ്. അതുകൊണ്ട് അത് നോക്കിയിരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഹിമാലയയുടെ ഫേസ് വാഷ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. 500 കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നൈസായിട്ടോടെ വെച്ചോട്ടാ എന്ന് പറഞ്ഞു. ഫേസ് വാഷ് ഹിമാലയയുടെ ഫേസ് വാഷ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. 15 രൂപയുടെ 60 രൂപ പൈസ. അപ്പോഴാണ് ഈ ടാൻ റിമൂവൽ ഞാൻ അവനോട് പറഞ്ഞത്. ടാൻ റിമൂവൽ നമുക്ക് നോക്കാൻ പറഞ്ഞത്. അപ്പം തന്നെ 100-ന്റെ താഴെ റേറ്റ് കണ്ട എൻ്റെ മോന് വല്ലാത്ത ഇതാണ്. പൈസ റിച്ച് ആണ്. അതന്നെ, പൈസ പിന്നെ നമുക്കൊരു വിഷയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് നേരെ ചെന്ന് സാധനം കണ്ട് ഇഷ്ടമായി അത് എടുത്ത് നോക്കി. അതാ എന്തായാലും വീഡിയോ പ്രൂഫായി എടുക്കുന്നുണ്ട്. ഇതിൽ കാണാനോ മാറ്റമുണ്ടോ? ആയിക്കോട്ടെ. ആദ്യം എടുത്തതും ഇപ്പോഴത്തേക്കും നോക്കിക്കോളണോട്ടാ. കണ്ടവരെല്ലാരും പറയാ. കണ്ടവരെന്ത് പറയാ? വേറെ അല്ലേ പറയാണ്ടിരുന്നു. അല്ലെങ്കിൽ ചിലവരൊക്കെ വന്നിട്ട് ഇപ്പൊ ഞങ്ങളാ കൂടുതൽ ആൾക്കാർ വിളിക്കുന്നത് ഓറിയോ എന്നാണ്. ഓറിയോയിലെ കണ്ടല്ലോ ക്രീം, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് അതുപോലെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ എന്താ വീഡിയോ ഇടാത്ത, വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്താണ്, ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്താണ് പറയാത്തതെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സ്റ്റോറി. കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട് പേഴ്സണലായിട്ട്. പക്ഷെ എല്ലാവരോടെയും എന്ന് പറയുമ്പോൾ എല്ലാവരും കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരാളോടെ എങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പറയാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു സിനിമ എടുക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അതന്നെ, അതിന് മാത്രമല്ല പിന്നെ അതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഉള്ളതുകൊണ്ടും പിന്നെ ഇപ്പം എല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഒന്ന് ജീവിതം ഒന്ന് കറക്റ്റായിട്ടൊന്ന് തുടങ്ങിയിട്ടുള്ളൂ. കുറേ പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ ഞങ്ങൾക്കുണ്ട് കുറച്ചേറെ. അതന്നെ ഒന്ന് ഓവർകം ചെയ്ത് ഞങ്ങളൊന്ന് സെറ്റായി ശേഷം ഞങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ കുറച്ചും കൂടി നമ്മളൊന്ന് സെറ്റായി എന്നാലും കുറച്ചുകൂടി ഒന്ന് റെഡി ആയിട്ട് വേണം ഇടാം എന്തായാലും. പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണതും ഞങ്ങളോട് സ്നേഹം കാണിക്കണവരും എല്ലാവരോടും നന്ദിയുണ്ട്. കുറച്ച് പേരെങ്കിലും ഉള്ളെങ്കിലും അവർക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് പറയാനാണെങ്കിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്വത്ത് തന്നെയാണ്. എല്ലാവരും പറയും എന്താണ് നീ അങ്ങനെ പോയതല്ലേ, നീ ഇങ്ങനെ പോയതല്ലേ. അതിലെല്ലാവരും പറയുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. പക്ഷേ ഈ പറയണവർ
സത്യം എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് പറയാം. അതിൽ കുറച്ചുകൂടി ബെറ്റർ. ഒന്നറിയാണ്ട് നമ്മൾ ഒരാളുടെ ലൈഫിലേക്ക് കയറി ചെന്നിട്ട് അവരിങ്ങനെ ചെയ്തതാണ്, അവരങ്ങനെ ചെയ്തതാണ്. പിന്നെ കുറേ പേര് ഞാൻ എടുത്തെടുത്ത് പറയണില്ല, എന്നാലും കുറച്ച് പേരൊക്കെ നമ്മളറിയണവർ തന്നെ, അതായത് നമുക്ക് അടുത്ത് ബന്ധമുള്ള കുറേ പേരൊക്കെ കുറേ ഇതിൽ നിന്ന് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞങ്ങളെ കുറേ പേര് ഇപ്പം പുറത്ത് വെച്ച് കാണുമ്പോൾ കുറേ പേര് കണ്ടിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരാറുണ്ട്. ഹാപ്പി ഫോർ ദാറ്റ്. നല്ല സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം കുറേ പേരൊക്കെ വന്ന് ചോദിക്കൂ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലുള്ളവരല്ലേ അല്ലെങ്കിൽ യൂട്യൂബറല്ലേ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ സന്തോഷം. പറിക്കാറായിക്കണം തോന്നുന്നു. 15 മിനിറ്റ് കുറച്ചുകൂടി ഉണങ്ങാനുണ്ട്. ഇപ്പൊ ഒടുക്കത്തെ വേർക്കലാണ്, അതുകൊണ്ടാണ് എൻ്റെ ഉണങ്ങാത്ത. എൻ്റെ ഓൾമോസ്റ്റ് ഇങ്ങോട്ടൊക്കെ കുറച്ചുണ്ട്. ചിരിക്കാനും സംസാരിക്കാനും വയ്ക്കണം, മുഖം വലിഞ്ഞിട്ട്. ഇങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. സോറി. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാം സെറ്റാവുമെന്ന് ഞങ്ങളെ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയിലൂടെയാണ് ഞങ്ങളിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മുന്നോട്ട് എന്തൊക്കെ പ്രശ്നം വന്നാലും ഇങ്ങനെ തന്നെ പോകും. അതിപ്പോൾ ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, എന്നാലും റിസ്ക് എടുത്താലേ ജീവിതം ഉണ്ടാവുള്ളൂ. ജീവിതം അങ്ങനെയാണ് ഉദ്ദേശം പറഞ്ഞില്ല കേട്ടോ. നമ്മൾ റിസ്ക് എടുക്കാൻ റെഡിയാണോ, നമുക്ക് നമ്മുടെ ലൈഫ് പറയണ പോലെ നമുക്ക് തീരുമാനിച്ചുകൊണ്ട് പോവാം. നമ്മൾ റിസ്ക് എടുക്കാണ്ട് ഒരു കാര്യത്തിലും ഇറങ്ങരുത് ഗൈസ്, പ്രത്യേകം പറയാം. നമുക്ക് വേണ്ടപ്പെട്ടത് എന്താണ്, നമ്മുടെ ഉള്ളിൽ അത്രയും തറച്ചുണ്ടെങ്കിൽ, ആ ഒരു മനക്കട്ടി ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് നേടാൻ പറ്റും, അല്ലേ വേണേ? അങ്ങനെയാണ്. ഞങ്ങൾ കുറച്ച് നേടിക്കൊണ്ടിരിക്കുന്നു, അതിലേറെ ചിരിക്കാനൊന്നും പറ്റുള്ളൂ. ഇവിടെയൊക്കെ വലിഞ്ഞിട്ടില്ലേ, എൻ്റെ താടിയൊക്കെ എന്നൊരു തീരുമാനമാവും. അത് ഈ അടിവശത്തിന് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ കിള്ളി കിള്ളി പറിച്ച് അത് ഉണങ്ങാനുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഉണങ്ങി. ഇവിടെ ഉണങ്ങാനുണ്ട്. ഇവിടെ പശുവല്ലേ. സമയം 15 മിനിറ്റ് ആയിരിക്കുന്നു ഗൈസ്. അപ്പൊ നമുക്കിത് പറിക്കാം. ഞാൻ ആദ്യം ആ സെയിം സ്പോട്ടിൽ പോയ പോലെ അവിടെ കുറച്ചുകൂടി കാണാൻ പറ്റും ഗൈസ്. അപ്പൊ ഞങ്ങൾ എനിക്ക് നടക്കണം അങ്ങോട്ട്. ഗൈസ് അപ്പൊ പൊളിക്കാറായിട്ടുണ്ട് കേട്ടോ. നോട്ടെ അടിക്ക് എങ്ങനെയൊക്കെ പൊളിക്കും. എന്റെ മീശൊക്കെ പറിച്ചെടുക്കും ഗൈസ്. എന്റെ മുഖത്ത് ഫേഷ്യൽ ഹെയർ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വേദനിക്കുന്നുണ്ട്. ഇത് പറഞ്ഞ പോലതല്ല. ആ പെണ്ണത് സുഖമായിട്ട് പറിച്ചെടുത്തിടോ. ആ പെണ്ണിന് ഇതില്ലാത്തോണ്ട് സെറ്റാണ് ഗൈസ്, സെറ്റായിട്ട് വരുന്നുണ്ട് ഗൈസ്. സോറി ഇല്ല ഒന്നുമില്ലടാ. ആ ഒന്നുമില്ല കഴിഞ്ഞു. ഫണ്ണി. I look so funny, man. മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞു. മുടി കളയില്ലട്ടോ, ആ സൈഡ് മുടിക്ക് കുറവാണേ. ഞാനതിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, ബുദ്ധിമുട്ടാണെങ്കിൽ വെള്ളമായിട്ട് എടുക്കാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുരുമാറി എന്താ മുഖത്ത് കൂടെ ട്രെയിന് പോവേ. അവിടെ എന്റെ മുടി പിടിച്ച അവിടെ പിടിക്കേ. ഒരു കഷ്ണം പോയി, ഒരു കഷ്ണം മുടി ഇത് പിടിക്കേ. കുറച്ച് കളയാനുണ്ട്. ഇതിപ്പോ എന്തിനു പിടിക്കാൻ? അത് സോഫ്റ്റ് സാധനം. എന്തൊക്കെയോ സോഫ്റ്റ് സാധനം.
അവിടെ എന്തോ പേസ്റ്റ് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓ ഞാൻ നിർത്തി. ആഴ്ചയിൽ 3 വട്ടം, ആഴ്ചയിൽ 1 വട്ടം പോലും ചെയ്യാൻ വയ്യ. ഓ ആ രസമുണ്ടാ? എന്ത് രസം. തേങ്ങയില്ല. രസമുണ്ടടി. പറയുന്നില്ല. നീ എൻ്റെ ഗൈസ് എന്റെയാണ് ഇന്റെ ഇവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് കണ്ടിട്ട് മുടിയായിട്ട്. അത് സെറ്റാക്കി തരാം. ആജി ഒന്നിട്ട് പിടിച്ചേ. എന്താ പിടി? ഇത് ഞാൻ കളഞ്ഞിട്ടാ. ആ അച്ഛോ സോറി സോറി. എന്താണോ വേനിക്കോ സോറി. ഇപ്പൊ ഇവിടെ തുടങ്ങും ഞാൻ. ഇതാണ് പോരുന്നില്ലല്ലോ. പിടിച്ചു വെച്ചിട്ടാണ് പന്നി. എന്നിട്ട് പോരണില്ല. നീ സൈഡിൽ നിന്ന് വിളിച്ചു തുടങ്ങി. ഇവിടെ ഒന്നും ആയിട്ടില്ലല്ലോ. സോറി സോറി സോറി. ഒന്നുമില്ലടാ, ഒന്നുമില്ലാട്ടാ, ഒന്നുമില്ല, ഒന്നുമില്ലാട്ടാ. എനിക്ക് പറിക്കാൻ അറിയില്ല കേട്ടോ. അറിയണ്ട, അത് നമുക്ക് മതി. മനസ്സിലായ? അത് വൈരാഗ്യം വീട്ടിയതാണ്. എന്ത് ചെന്ന് പറഞ്ഞേ? വൈരാഗ്യം വീട്ടിയതാണ്. ഞാൻ വേറെ കേട്ട്. ചെന്ന് കേട്ടെ. Look at this. കറക്റ്റ് മുഖത്തേന്ന് തൊലി പറിച്ചെടുക്കണല്ലോ. സത്യം പറഞ്ഞ ഒരു എന്തോ ഒരു പ്രശ്നമുണ്ട്. മുഖം ഇവിടെ ഒക്കെ പൊള്ളുന്നുണ്ട്. ഗായ്സ് ഞങ്ങളുടെ ഇപ്പം മുഖമൊക്കെ എല്ലാം ക്ലിയർ ചെയ്ത്. ഗൈസ് നിങ്ങൾ പറയൂ, നിങ്ങളോട് പറഞ്ഞ് ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം വീഡിയോയിൽ മനസ്സിലാവില്ല എന്ന് തോന്നുന്നു. കണ്ടാ മാറ്റം കുറച്ചുണ്ട് അല്ലേ? ലൈക്ക് എനിക്ക് നല്ല പൊള്ളുന്നുണ്ട് ഇവിടെയും ഇവിടെയും ചെറുതായിട്ടൊരു. അതെന്തിൻ്റെയാണെന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോൾ അത് എൻ്റെ മോനെ ഫുള്ള് ഐ മീൻ പറിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് കഴുകി കളഞ്ഞു ഗൈസ്. അങ്ങനെ ചെയ്യാമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. താടി മീശ മുടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ. എൻ്റെ മുടിയോ മുടി പോയി എന്തോ കുഴപ്പമില്ല. ചെറുതായൊരു പുകച്ചലുണ്ട്. പിന്നെ വ്യത്യാസം ഉണ്ടോ? ഉണ്ടല്ലേ? വ്യത്യാസമുണ്ട്. ഇവന്റെ മുഖത്തുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവായിട്ടാണ് ഗൈസ്. ഓളുടെ മുഖത്തുണ്ട് കേട്ടോ. രണ്ടുപേരും മുഖത്തുണ്ട്. ഓക്കെ സെറ്റാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഇനി നമ്മൾ അടുത്ത വർഷം ഇടും. കഴിഞ്ഞ വർഷം അല്ല, ഇനി നമ്മൾ വീഡിയോ ലാസ്റ്റ് ആയിട്ട് ഇട്ടത്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത വർഷം ഇടുന്നതായിരിക്കും അടുത്ത വീഡിയോ. അപ്പൊ ശരി ഗൈസ്. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യണം. പറയും അതിന് ഞാൻ പറഞ്ഞു താങ്ക് യു ഫോർ യുവർ ലവ്. ഇങ്ങനെ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അതന്നെ ബെൽ ബട്ടൺ കിണി കിണി അമർത്താം. മറ്റേ വയ്യ പറയണ പോലെ എല്ലാം സെറ്റാക്കാം. ശരി ഗൈസ്, നമുക്കൊരു സ്ഥലം വരെ പോകാണ്ട്.